ഹലോ സ്നേഹപൂർവ്വം ഷാമിയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ രാധികയെ വിളിച്ചിട്ട് വരുൺ ദേശം പറയുന്നൊരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, മോള് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇത്രയും നാളായി മോള് പാകം ചെയ്തല്ലോ, അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് മോളെ ഒന്ന് കാണാൻ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പുറത്തൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ വരുണിൻ്റെ മുത്തശ്ശി രാധികയുടെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, കൊച്ചിനെ കുറിച്ച് ഇത്രയും നല്ലത് പറഞ്ഞിട്ട് എന്ത് നിങ്ങളൊന്നും മിണ്ടാത്തേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, ഞങ്ങളുടെ കുടുംബത്തിലൊരു കുട്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ എന്നിങ്ങനെ മുത്തശ്ശി മനസ്സോടെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വരുൺ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ രാധിക പ്രിയങ്ക വരുണിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. എൻ്റെ വീട്ടുകാർ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിങ്ങനെ മനസ്സിലായി, അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ പുറത്ത് വന്ന് നിന്നേന്നിങ്ങനെ പ്രിയങ്കര വരുണിനോട് ചോദിക്കുമ്പോൾ വരുൺ പറയും, ഫോൺ വന്നത് നീയും കണ്ടതല്ലേ എന്നിങ്ങനെ വരുൺ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പ്രിയങ്ക പറയാത്ത കള്ളം പറയുന്നു വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിന്നേന്നിങ്ങനെ വരുണിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയും, ഫോൺ വന്നത് താനും കണ്ടതല്ലേ എന്ന് പറയാം, ഫോൺ ആരെക്കൊണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് വിളിപ്പിക്കാമല്ലോ എന്ന് വെച്ചാൽ കണക്കായിപ്പോയി എന്നിങ്ങനെ വരുൺ പറഞ്ഞിട്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെ നിൻ്റെ വീട്ടുകാർ ഇവിടുന്ന് പോവാതെ ഞാൻ ഈ പുറത്തുനിന്ന് അകത്തോട്ട് വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വരുൺ പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സമാധാനമാവുന്നുണ്ട്. കാരണം അവിടെ രാധിക ഉള്ളതല്ല, അപ്പോൾ രാധികയെ കാണുകയും ചെയ്യാൻ പറ്റിയില്ലല്ലോ വരുണിന്. അപ്പോൾ അതൊരു സമാധാനമായിട്ട് പ്രിയങ്ക സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനെ പിന്നെ കാണിക്കുന്നത് അകത്ത് ചെന്നിട്ട് പ്രിയങ്ക നിൽക്കുന്നുണ്ട്. നമ്പൂതിരിയോട് വരുണിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുന്ന കാര്യം പറയുന്നു, ഫുഡ് ഒന്നും കഴിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, ഫുഡൊന്നും കഴിക്കുന്നില്ല, അത് പിന്നെയും ആവാമല്ലോ, പിന്നെയും ചടങ്ങുകളുണ്ടല്ലോ, കുട്ടികൾ അങ്ങോട്ട് അയക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ആകാം, പിന്നെ കുട്ടികൾ അങ്ങോട്ട് കഴിക്കുമ്പോൾ മോനും ഭാര്യയും കൂടി വരണം എന്നിങ്ങനെ സൂര്യയോടും പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറയുന്ന ഇടയ്ക്ക് പ്രിയങ്ക കയറി വരുമ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, അവൻ എന്തിതേ വരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് രാധികയുടെ കൈ പിടിച്ചിട്ട് പ്രിയങ്ക അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേക്കും വരുണ് അകത്തോട്ട് വരുന്നൊരു സമയം. അങ്ങനെ പ്രിയങ്ക രാധികയെ വലിച്ചു കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതേ പിന്നാമ്പുറത്ത് കൂടെ ഇറങ്ങി റോഡ് സൈഡിൽ അങ്ങനെ പോയി നിന്നോന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആട്ടി വിടുന്നുണ്ട് രാധികയെ. അങ്ങനെ രാധിക പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കൂടെ നമ്പൂതിരിയും യശോദയൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പമാണ് വരുൺ അകത്തേക്ക് കയറി വരുന്നുമുണ്ട്. എന്നെ കാണുന്ന സമയത്ത് വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എടാ വന്നിട്ടേ നീ ഇവരെ കൂടെ നിന്നില്ല, പോകുമ്പോഴെങ്കിലും യാത്ര പറയുന്നെങ്കിൽ ഇവരെ കൂടെ നിൽക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധികയുടെ നമ്പൂതിരി പറയുന്നുണ്ട്, മോനെ നിങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് വരണം എന്നിങ്ങനെ പറയുന്നുണ്ട്, അതങ്ങ് ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ശരി അച്ഛാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന മാട്ടിൽ തന്നെ കൽപ്പന പറയുന്നുണ്ട്, നാശങ്ങൾ ഇറങ്ങിക്കിട്ടിയ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, ഈ സ്നേഹം കാണിക്കലൊക്കെ വെറും അഭിനയമാണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ എന്നിങ്ങനെ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, എന്തിനാ ചെറിയമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നിങ്ങനെ സൂര്യ ചോദിക്കുന്നുണ്ട്. ഉർവശിനെ ഇങ്ങനെ പറയുമ്പോൾ കൽപ്പന പറഞ്ഞിട്ട്, ചെറിയമ്മയെ കഴിവില്ലാത്തവരെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂര്യയ്ക്ക് ഇഷ്ടമായില്ല, ഒന്നിനും കഴിവില്ലാത്തവർക്കല്ലേ അത് കഴിവില്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ സൂര്യയ്ക്ക് വല്ലാണ്ടാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പുറത്ത് എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്ന യശോദയും നമ്പൂതിരിയും മുത്തശ്ശിയും ഒക്കെയാണ്. അങ്ങനെ അവരെല്ലാം ഇറങ്ങി പുറത്ത് നിന്നപ്പോൾ രാധികയെ കാണാണ്ടാകുമ്പോൾ നമ്പൂതിരി ചോദിക്കുന്നുണ്ട്, മോൾ എന്തേന്ന് ഇങ്ങനെ ചോദിക്കും. പ്രിയങ്ക എന്താ അച്ഛാന്ന് പറഞ്ഞ് നിന്നെ അല്ലെ രാധിക മോൾ എന്തേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക അച്ഛനോട് ചോദിച്ചു പറഞ്ഞു, എൻ്റെ ഭാഗ്യം കണ്ട് സഹിച്ചിട്ടുണ്ടാവില്ല, അവിടെ പുറത്ത് ചെന്ന് നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറുന്ന നമ്പൂതിരിയാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ പ്രിയങ്ക തിരിഞ്ഞ് വരുമ്പോൾ വരുണിൻ്റെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ആ കുട്ടി എന്ത് ചെയ്യുന്നു, ആ ചേച്ചി വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് അന്താളിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശി ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്, ചേച്ചി അച്ഛനും അമ്മയും കയറിയിട്ട് വണ്ടിയുടെ സീറ്റൊക്കെ തുടച്ചിടും എന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രിയങ്ക ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി യശോദയോട് വരുണിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, മോളെ ഇവർ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നീ അവനോട് പറഞ്ഞ് ശരിയാക്കണം, വരുണിനെയും പ്രിയങ്കയും അങ്ങോട്ട് വിടാനുള്ള ചടങ്ങുകളൊക്കെ ചെയ്യണം എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയും വരുണിൻ്റെ അമ്മയും അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്പൂതിരിയും രാധികയും യശോദയൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവരെ വീടിന് മുമ്പിൽ ഒരു കാറ് ബാക്കോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പൂതിരി ചോദിക്കുന്നുണ്ട്, ആരാണ് നമ്മുടെ വീട്ടിൽ കാറില്ലെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും വിനയപ്രസാദ് കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ടിട്ട് സന്തോഷവതിയായി നിൽക്കുന്ന രാധികയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ രാധിക വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വാ അമ്മയെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രസാദിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ രാധിക ചോദിക്കുന്നത് എപ്പോൾ വന്നപ്പോൾ ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് രാധികയെ നിങ്ങളെ കാണാതായപ്പോൾ ഞാൻ വണ്ടി പുറകോട്ടെടുത്ത് പോകാൻ ഒരുങ്ങുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ വരുന്നത് കണ്ടത് എന്നിങ്ങനെ വിനയപ്രസാദ് പറയുന്നുണ്ട്. വിനയപ്രസാദ് ചോദിക്കുന്നുണ്ട് എവിടെ പോയിരുന്നതാണ് ഇങ്ങനെ പറയുന്നത്, മകളെ കല്യാണം കഴിച്ച് വിട്ട വീട്ടിൽ പോയിരുന്നാണ്, അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ യശോദ ചോദിക്കുന്നുണ്ട്, കുറേ നേരമായില്ലേ വന്നിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേ കുറേ നേരമായി, പോയിട്ട് വൈകിട്ട് വരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നതാണെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ നമ്പൂതിരി അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്.
അങ്ങനെ അകത്ത് കയറിയെന്ന് വിനയ് പ്രസാദിന് ഇരിക്കാൻ സീറ്റ് കാണിച്ചു കൊടുത്ത് നമ്പൂതിരിയും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ വേണ്ടതും വേണ്ടാത്തതും മറ്റുള്ള കുറേ ചടങ്ങുകൾ വരുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ചെയ്തതന്നെയല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വിനയ് പ്രസാദ് പറയുന്നുണ്ട്, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, അങ്ങനെയുള്ള ചില ചെറിയ ചടങ്ങുകളൊക്കെയാണ് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത് എന്നിങ്ങനെ വിനയ് പ്രസാദും പറയുന്നുണ്ട്. അങ്ങനെ വിനയ് പ്രസാദിൻ്റെ വണ്ടിയിൽ കൂടെ വന്ന ഒരു ലേഡിയോട് എന്തോ കാര്യം പറയുന്നുണ്ട്. ആ പെൺകുട്ടി കുറേ കവറുമൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ വിനയ് പ്രസാദിന് അത് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ വിനയ് പ്രസാദ് എണീച്ച് എന്നിട്ട് രാധികയെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം രാധികയ്ക്ക് വേണ്ടി വാങ്ങിച്ചതായി എന്നിങ്ങനെ പറയുമ്പോൾ രാധിക പറയും, വേണ്ട എന്ന് പറയും. അത് പറഞ്ഞാൽ പറ്റില്ല, വാങ്ങിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്പൂതിരിയോടായിട്ട് വിനയ് പ്രസാദ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളോട് എന്താണെന്നില്ലാത്ത എനിക്കൊരു അടുപ്പമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെന്താണ് ആ അടുപ്പത്തിന് കാരണമെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഞാൻ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയാലും ഞാൻ തിരിച്ചു വരും, ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും എന്നിങ്ങനെ വിനയ് പ്രസാദ് നമ്പൂതിരിയോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കാണാൻ കൂടി വരും എന്നിങ്ങനെ പറയുമ്പോൾ യശോദ പറയുന്നുണ്ട്, അത് ഞങ്ങളെയും കൂടി ഭാഗ്യമല്ലേ, ഇപ്പോൾ പിന്നെ മുഴുവൻ നേരം ഇപ്പോൾ മേഡത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നിങ്ങനെ യശോദ വിനയ് പ്രസാദിനോട് പറയുന്നുണ്ട്. അങ്ങനെ വിനയ് പ്രസാദ് നമ്പൂതിരിയോട് പറഞ്ഞു, നമ്പൂതിരിയോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിന് സമ്മതിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ നമ്പൂതിരിക്ക് എന്താ അത് നീ ചോദിക്കും, നാളെ എനിക്കിവിടെ ഒരു സ്റ്റുഡിയോ ഡബ്ബിംഗ് ഉണ്ട്, കുറേ നേരം ഞാൻ അവിടെ ഉണ്ടാവും, പക്ഷേ അപ്പോൾ എനിക്ക് കൂട്ടിനായിട്ട് രാധിക മോളെയും കൂടി എൻ്റെ കൂടെ അയക്കണം എന്നിങ്ങനെ പറയുമ്പോൾ രാധികയ്ക്കൊക്കെ വല്ലാതെ സന്തോഷമാകുന്നുണ്ട്, യശോദയ്ക്കും സന്തോഷമാകും. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, അതിനെന്താ, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, രാധിക മോൾക്ക് സമ്മതക്കുറവ് വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാധിക പറയും, എനിക്ക് സമ്മതം അച്ഛാ, എന്നാൽ ശരി, ഞാൻ നാളെ രാവിലെ 8 മണിക്ക് വണ്ടി അയക്കാം എന്നിങ്ങനെ വിനയ് പ്രസാദ് പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മാഡം, വണ്ടിയൊന്നും അയക്കണ്ട, ഈ പറഞ്ഞ സ്റ്റുഡിയോയുടെ അടുത്തല്ലേ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിനയ് പ്രസാദ് പറയുന്നുണ്ട്, നാളെ ഞാൻ അവിടെ ഒരു സർപ്രൈസ് രാധികയ്ക്ക് കാത്തി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും അതിശയത്തോടു കൂടി നോക്കുന്നുണ്ട്. സർപ്രൈസോ? അതെ, അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറയാം, അത് രാധിക മോൾ നാളെ വന്നതിൻ്റെ ശേഷം നിങ്ങളോട് പറയും എന്നിങ്ങനെ വിനയ് പ്രസാദ് യശോദയോടും നമ്പൂതിരിയോടും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വിനയ് പ്രസാദ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, ചായ കുടിച്ചിട്ട് പോകാം, ഈ നേരത്തെ ചായ കുടിക്കുന്ന പതിവില്ല എന്നിങ്ങനെ വിനയ് പ്രസാദ് പറയുന്നുണ്ട്. അങ്ങനെ രാധികയോട് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് നാളെ കാണാം എന്നിങ്ങനെ പറഞ്ഞ് വിനയ് പ്രസാദ് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ വിനയ് പ്രസാദ് പോയി എന്ന് കാണുമ്പോൾ മുത്തശ്ശി അവിടെ വന്ന് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഏറ്റവും യശോദ പറയുന്നുണ്ട്, എന്ത് സ്നേഹമുള്ളവരല്ലേ അവർ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരാണ് നമ്മുടെ കൂടെ നിന്നിട്ട് ചതിക്കുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, അവർ സിനിമക്കാർ അവരെ കൂട്ടിരിക്കാൻ വിളിക്കുന്ന എന്തിനൊക്കെ വിളിക്കുന്നു, അത് കഴിഞ്ഞ് അവരങ്ങോട്ട് പോകും, അത് കഴിഞ്ഞ് നീ വേറെ ഏതെങ്കിലും സിനിമക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മോന്ത തിരിക്കുമെന്ന് പറഞ്ഞിട്ട് രാധികയുടെ മൂത്തേക്ക് ഒരു തട്ട് കൊടുത്തിട്ട് മുത്തശ്ശി അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്പൂതിരി പറഞ്ഞിട്ട്, മോൾ അതൊന്നും കാര്യമാക്കണ്ട എന്നിങ്ങനെ രാധികയോട് പറയുന്നുണ്ട്. നമ്പൂതിരി രാധികയോട് പറയുന്നുണ്ട്, അവർ വിളിച്ചു കൊടുത്ത് പോകണം, അവർ സത്യസന്ധമായിട്ടാണ് വിളിച്ചത്, നല്ലവർ വിളിക്കുമ്പോൾ കൂടെ പോകുന്നതിൽ ഒരു തെറ്റുമില്ല, നാളെ എന്തായാലും മോൾ പോകണം എന്നിങ്ങനെ രാധികയോട് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വരുണിൻ്റെ ഒരു വീടാണ്. വരുൺ ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ട് പ്രിയങ്ക വരുന്നുണ്ട്. പ്രിയങ്ക ഡോറ് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് വരുണിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടുകാർ വന്നത് വരുണിന് തീരെ ഇഷ്ടമായില്ലല്ലേ, എന്നോടുള്ള ദേഷ്യം എന്തിനാ അവരോട് കാണിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, പക്ഷേ നിന്നെപ്പോലെയല്ല അവർ പാവങ്ങളാണ്, പക്ഷേ ചില കഥകൾക്ക് കൂട്ടുന്ന എല്ലാവർക്കും പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ ഈ ത്യാഗമൊക്കെ സഹിക്കുന്നത്. അപ്പോൾ വരുൺ പറഞ്ഞു, ഒന്നാമത്തെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയും, എല്ലാവരുടെ ഇടയിൽ വെച്ചിട്ട് നിൻ്റെ സംസാരം കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല, പിന്നെ ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ അതൊരു ബോറാവില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വരുൺ പറഞ്ഞിട്ട്, ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ എന്ത് ബോറാവുന്ന തനിക്ക് തന്നെ ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ പ്രിയങ്ക പറഞ്ഞു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നിങ്ങനെ വരുണിനോട് കാണിക്കുന്ന ഈ ത്യാഗത്തിന് എനിക്ക് എന്താ കൂലി എന്ന് ചോദിക്കുന്നു. അപ്പോൾ വരുൺ പറയും, എനിക്ക് മനസ്സിലായില്ല, അല്ല സൂര്യയോടും കൽപ്പനയിച്ച് ചെയ്യുന്നൊരു ത്യാഗമാണ്, ചേട്ടനക്ക് നടക്കാൻ പറ്റില്ല, വരുണ് നടക്കാൻ പറ്റും, അത്രയല്ലേ ഉള്ള വ്യത്യാസം എന്നിങ്ങനെ കൽപ്പന പറയും. അതിനെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനിങ്ങനെ വരുണിൻ്റെ ഭാര്യയായി അഭിനയിക്കുന്നതിന് എനിക്ക് എന്താ കൂലി എന്നിങ്ങനെ പ്രിയങ്ക ചോദിക്കുന്നുണ്ട്. വരുൺ പറയുന്നുണ്ട്, തനിക്ക് നന്നായി സംസാരിക്കാനും അറിയാം, നിൽക്കാനും അറിയാം, പിന്നെ ഒരു കാര്യം, താൻ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ത്യാഗമൊന്നും സഹിക്കേണ്ട, പിന്നെ തനിക്ക് ഈ നിമിഷം ഇന്ന സമയത്ത് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാം, തൻ്റെ ജീവിതം ഒന്നും നശിച്ചിട്ടുമില്ല, നശിക്കാൻ പോകണില്ല എന്നിങ്ങനെ വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട്. അപ്പോൾ വരുണിനോട് പ്രിയങ്ക പറയുന്നുണ്ട്, ഞാൻ വരുണിൻ്റെ ഒരു ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്നില്ല, വരുണിൻ്റെ ഇഷ്ടം പോലെ സ്വകാര്യതയിൽ ഞാൻ കടന്നു വരുന്നില്ല, പക്ഷേ എൻ്റെ ആഗ്രഹം അതെന്താണെന്ന് വരുൺ ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ ചോദിക്കുക, എന്താ തൻ്റെ ആഗ്രഹം? അപ്പോൾ പ്രിയങ്ക വിശദീകരിക്കുന്നുണ്ട്, സിനിമയാണ് എൻ്റെ ലോകം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, വരുൺ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് അങ്ങ് പോയേക്കാം, അതാണ് എൻ്റെ ആഗ്രഹം, പിന്നെ വരുണിൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ വരികയില്ല, ഞാൻ ആ വഴിക്ക് അങ്ങ് പൊക്കോളാം, വരുണിൻ്റെ സ്വകാര്യത ജീവിതമായിട്ട് വരുണ് സുഖമായിട്ട് മുന്നോട്ട് പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വരുൺ പുച്ഛത്തോടെ ഒന്ന് ചിരിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന വരുണിനെ കണ്ടിട്ട് പ്രിയങ്ക ചോദിക്കുക, എന്താ ഒന്നും മിണ്ടാത്തേ എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ പറയും, ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ, വലിയ കാര്യമല്ലേ, എനിക്കൊന്ന് ആലോചിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയാം, അതെ, ഇതൊരു ചെറിയ കാര്യമല്ലേ, വലിയ കാര്യമാണോ, വരുണിൻ്റെ സമ്പാദ്യം
ഭാഗത്ത് നിന്നൊരു ചെറിയ തുക എനിക്ക് വേണ്ടി വരുൺ തരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് പ്രിയങ്ക. എന്നിട്ട് പ്രിയങ്ക പറയുന്നുണ്ട്, നിങ്ങളെല്ലാം ബിസിനസ്സുകാരാണല്ലോ, അപ്പോൾ ഈ ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണക്ക് കൂട്ടിയിട്ട് പിന്നിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വരുണിനോട് ഇത് പറഞ്ഞ ഒരു ആത്മസംതൃപ്തിയോടൊക്കെ കൂടിയിട്ട് പ്രിയങ്ക പോയി കട്ടിൽമേൽ കിടന്നിട്ട് ഇങ്ങനെ നഖമൊക്കെ കടിച്ചിട്ട് വീണ്ടും വരുണിനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്പൂതിരിയുടെ ഒരു അമ്പലനടയാണ്. അവിടെ സോണിയ എന്ന് പറഞ്ഞ പെണ്ണിനോട് അന്വേഷിക്കാൻ ഐശ്വര്യയുടെ വക്കീൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ ആ സോണിയ അവിടെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് രാധിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സോണിയ ഓരോരുത്തരോടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, ആ ഫോട്ടോ കാണിച്ച് ചോദിക്കുന്നത് ആരാന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അറിയില്ല എന്ന്. അങ്ങനെ സോണിയ മടുത്തിട്ട് ഐശ്വര്യയെ വിളിക്കുന്നുണ്ട്, മാഡം ഞാനും കൂടി വന്നിട്ടുണ്ട്, ഈ ഫോട്ടോ കാണിച്ച് കുറേ പേര് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു. മാഡത്തിന് ചിലപ്പോൾ സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവും എന്ന് പറയും എനിക്ക് സ്ഥലമൊന്നും മാറിയിട്ടില്ല, ഒന്നും കൂടി അന്വേഷിച്ച് നോക്കൂ എന്നിങ്ങനെ പറയും. എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞത് സോണിയ അതിസമർത്ഥമായി സത്യം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന ഒരാളാണെന്നുള്ളത്, അത് തെറ്റിക്കരുത് എന്നിങ്ങനെ സോണിയയോട് വീണ്ടും പറയുന്നുണ്ട് ഐശ്വര്യ. അങ്ങനെ ഐശ്വര്യനെ വിളിച്ച് സംസാരിച്ച് സോണിയ നിരാശയോടെ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു മുത്തശ്ശി അങ്ങോട്ട് കടന്നു വരുന്നത്. അങ്ങനെ ആ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവിടെയുള്ള ആളല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. ആ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, ഇതിൽ മുഖച്ചാലുള്ള വല്ല പെൺകുട്ടികൾ ഇവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏകദേശം മുഖച്ചാലുള്ള ഒരു പെൺകൊച്ചി ഇവിടെ ഉണ്ട്, ദേവനാരായണ നമ്പൂതിരി മകളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സോണിയക്ക് സന്തോഷമാവും. അപ്പോൾ മുത്തശ്ശി ചോദിക്കും എന്തിനാന്നിങ്ങനെ ചോദിക്കുമ്പോൾ സോണിയ പറയും, എനിക്കൊരു ആവശ്യമുണ്ട്, മുത്തശ്ശി പൊക്കോളാം എന്നിങ്ങനെ ആ മുത്തശ്ശിയോട് സോണിയ പറയുന്നുണ്ട്. അങ്ങനെ ആ ചേച്ചി അമ്പലത്തിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ സോണിയക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവനാരായണ നമ്പൂതിരിയുടെ വീടാണ്. അങ്ങനെ രാധിക സുന്ദരിയായി കുളിച്ച് റെഡിയായിട്ട് വിനയപ്രസാദ് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ണാടിക്ക് മുകളിൽ നിൽക്കുന്ന സ്ഥലത്തെ മുത്തശ്ശി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി രാധികയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ടുണ്ടാവുക കുളിച്ച് റെഡിയായിട്ട് രാവിലെ തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ വിനയപ്രസാദിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അതെ, അവർ ഇതിനു മുമ്പ് നീ ഇല്ലാതല്ലേ ചോദിച്ചത്, നീ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്തോളും എന്നിങ്ങനെ പറയും. അപ്പോൾ അവൾ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് നിൽക്കണം. അപ്പോൾ ഇതാ പെണ്ണുമ്പിളെ കൊണ്ട് തന്നതായിരിക്കുമെന്നില്ലേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അതേ എന്നിങ്ങനെ രാധിക പറയുന്നുണ്ട്. എന്നാലേ നീ പോകണ്ടെന്ന് പറയും. അപ്പോൾ രാധിക പറഞ്ഞിട്ടുണ്ട്, എന്നോട് അച്ഛൻ പോയിക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. മുത്തശ്ശിയോട് എന്നാൽ ഞാൻ പറയും നീ പോകണ്ട എന്നിങ്ങനെ. ആ പറയുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.